ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 224 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 64-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 11-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ ഖണ്ഡികയുടെ അവസാനത്തില് മദ്രസ തൻ്റെ ഒരു സ്വന്തം അനുഭവം, ഹർഷപാരവശ്യം ഉണ്ടായത് 1571 ഉയർപ്പ് തിരുനാൾ ദിവസം ആ സമൂഹത്തിലെ ഒരു നവസന്യാസിനെ എഴുതി പാടിയ ഒരു ദൈവസ്നേഹത്തിന്റെ പാട്ട് കേട്ടപ്പോൾ ഹർഷപാരവശ്യമുണ്ടായി. പിറ്റേ ദിവസം രാവിലെ വരെ ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ള അനുഭവം പങ്കുവെക്കുന്നത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ ഒരു പാട്ടിന്റെ ഒരു ഏകദേശ വിവർത്തനം ഈ വർഷത്തിൽ അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് കടന്നു വരാമെന്ന്. ഈശോയുടെ ഇസബൽ എന്ന നവസന്യാസിനി രചിച്ചതും 1571 ഉയർപ്പ് തിരുനാളിൽ സരമാങ്ക മഠത്തിൽ വെച്ച് രാത്രി ഉല്ലാസ സമയത്ത് അവൾ തന്നെ വിശുദ്ധ അമ്മ ത്രേസ്യ ഹർഷപരവശയാകാൻ കാരണമാകത്തക്ക വിധം അത്യന്തം ശ്രുതിമധുരമായി പാടിയതുമായ വയാന്തേ മിസ് ഓജോസ് എന്ന ഗാനത്തിന്റെ ഏകദേശ വിവർത്തനം. എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ ചിന്മയ ഗുണാംബുധേ യേശുവേ മാധുര്യമേ, എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ നന്മതന്നുറവേ ഞാൻ ഇക്ഷണം മരിക്കട്ടെ. അപ്പം ഈശോയെ ഇങ്ങനെ മാറി മാറി വിളിക്കുകയാണ്. ചിന്മയ ഗുണാംബുധേ യേശുവേ മാധുര്യമേ നന്മതന്നുറവേ, മാറി മാറി വാക്കുകൾ ഉപയോഗിച്ച് വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ, നിന്നെ ഒന്ന് കാണാൻ, അങ്ങേ ഒന്ന് കാണാൻ തവ ദർശനം നൽകണമേ. ആവർത്തിക്കുകയാണ്. ഞാൻ ഇക്ഷണം മരിക്കട്ടെ, എനിക്ക് വേറെ ഒന്നും വേണ്ട, ആ ദർശനം കിട്ടാൻ വേണ്ടി ഞാൻ മരിച്ചോട്ടെ എന്ന് പറയുകയാണ്. അടുത്ത പാരഗ്രാഫ്. പനിനീർ പുഷ്പങ്ങളും പിച്ചക സോനങ്ങളും അന്വേഷിപ്പോർ ആ വക ദർശിക്കട്ടെ. ലോകത്തിന്റെ സൗന്ദര്യങ്ങളും ആസ്വാദനങ്ങളും തേടി നടക്കുന്നവർ, പനിനീർ പൂക്കള്, പിച്ചക പൂക്കള്, സൂനങ്ങള്, അതൊക്കെ അന്വേഷിച്ച് ആഗ്രഹിച്ച് കറങ്ങി നടക്കുന്നവര് അത് കണ്ടുകൊള്ളട്ടെ, അവരത് കണ്ടുകൊള്ളട്ടെ ഇഷ്ടം പോലെ. ഞാൻ അങ്ങേ കണ്ടെത്തുകിൽ എനിക്ക് ദൃശ്യമല്ലോ സോന നിർഭരമാകും 1000 ആരാമങ്ങൾ. എനിക്കതൊന്നും അല്ല വേണ്ട, ഭൂമിയിലുള്ള എന്തെങ്കിലും പനിനീർ പൂക്കളോ പിച്ചക പൂക്കളോ ഒന്നുമല്ല എനിക്ക് കാണേണ്ടത്, എനിക്ക് അങ്ങേ കണ്ടാൽ മതി. അങ്ങേ കാണുകയാണെങ്കിലോ എനിക്ക് ദൃശ്യമായി വരുന്ന എന്താണ്? പൂക്കൾ കൊണ്ട് സോന നിർഭരമായിരിക്കുന്ന, പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന 1000 പൂന്തോട്ടങ്ങൾ തന്നെ എനിക്ക് കിട്ടുക. ഒരു പിച്ചക്ക പൂവോ പനിനീർ പൂവോ അല്ല. അവിടെ അങ്ങനെയുള്ള പൂക്കൾ തേടി പോകുന്നതിന് അത് പൊക്കോട്ടെ, അത് കണ്ടോട്ടെ, ലോകത്തിന്റെ സന്തോഷം തേടുന്നത് അനുഭവിച്ചോട്ടെ. സങ്കീർത്തനം പറയുന്ന പോലെ അവര് സന്താന ഭാഗ്യം അനുഭവിക്കുകയും അല്ലെങ്കിൽ ഇഷ്ടംപോലെ സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തോട്ടെ, എനിക്ക് അങ്ങനെ മുഖദർശനം ഉണ്ടായാൽ മതി എന്ന് പറയുന്നവർ ഇവിടെ ആ സഹോദരൻ എഴുതിയിരിക്കുകയാണ്. അടുത്ത പാരഗ്രാഫ്. വാനതോദര ഭക്തി ജ്വാലകർ നുകർന്നീടും സൂനമേ, ആകാശത്തുള്ള സ്വർഗത്തിലുള്ള മലാഖമാരായ ഭക്തി ജ്വാലകർ അവർ നിരന്തരം നുകരുന്ന ആസ്വദിക്കുന്ന സൂനം പുഷ്പം അങ്ങാണ്. നസ്രായനാം ഈശോയെ, യേശുവേ പ്രാണേശ്വര, എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ, എനിക്ക് അങ്ങേ കണ്ടാൽ മതി, എൻ്റെ കണ്ണുകൾക്ക് അങ്ങ് കാണാനുള്ള ദർശനം തരണേ. നന്മതന്നുറവേ ഞാൻ ഇക്ഷണം മരിക്കട്ടെ, എനിക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങേ മാത്രം മതി, ഞാൻ മരിച്ചോട്ടെ. മലാഖമാർ ആസ്വദിക്കുന്ന സ്വർഗീയ പുഷ്പമായ അങ്ങേ കാണാനായിട്ട് എന്ന് പറയാം. അടുത്ത കണ്ണിക. ഇമ്പമേറുന്ന നിൻ സാന്നിധ്യ സൗഭഗമില്ലാതെ ഇമ്മയിൽ എൻ ജീവിതം ബന്ധനസ്ഥിതമല്ലോ. ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം നിന്റെ സാന്നിധ്യ സൗഭാഗ്യം കിട്ടുന്നില്ല എങ്കിൽ അത് ബന്ധനസ്ഥിതമാണ്, കെട്ടിയിട്ട പോലെയാണ്, തടവിലാക്കപ്പെട്ട അവസ്ഥയാണ്, എനിക്കൊരു സന്തോഷമില്ല. നീ ഇല്ലാതെഴുന്നൊരു ജീവിതം മരണമാം, നിന്നെ കൂടാതെയുള്ള ജീവിതം എനിക്ക് മരണതുല്യമാണ്. ജീവജാലങ്ങൾ തന്നെ ആലംബമാം ജീവേശ്വര, സകല ജീവജാലങ്ങളുടെ അവലംബം അങ്ങാണ് ജീവേശ്വര ഈശോയെ, അങ്ങേ കൂടാതെ എനിക്ക് ഭൂമി ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അടുത്ത കണ്ണിക. ഇപ്രവാസത്തിൽ നിന്നും എന്നെ നീ മോചിച്ചിടും സുപ്രഭാതം എന്നു വന്നുദിക്കും എൻ രക്ഷക. ഈ
വിദേശവാസത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ച് യോഹന്നാൻ 14 ഒന്ന് പറയുന്നത്, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ആ പ്രഭാതം, സുപ്രഭാതം എന്ന് വന്ന് ഉദിക്കും എൻ രക്ഷക. അങ്ങ് എന്നാണ് വരിക എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ? എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ, നന്മതൻ ഉറവേ ഞാൻ ഇക്ഷണം മരിക്കട്ടെ. ഞാൻ കാത്തിരിക്കുകയാണ്. വയസ്സ് പറയുന്നത്, പുത്രേസ്യ ചോര ഛർദ്ദിച്ചപ്പോൾ രാത്രിയിൽ ആദ്യമായിട്ട് മരണത്തിന്റെ സൂചന വന്നപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുവെന്നാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തില് മരണകരമായ രോഗം, മരണ സാധ്യതയെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആനന്ദവും ആവേശവും, അത് ഭൂമിയിലെ ജീവിതം മടുത്തിട്ടല്ല, ആൾക്കാരുടെ വെറുപ്പ് കൊണ്ടല്ല, ആരെയും ഭാരപ്പെട്ടാനും കാണിച്ചു കൊടുക്കാനും അല്ല, മറിച്ച് അപ്പസ്വരം പറയുന്നവരുടെ ഈശ്വരുടെ ആയിരിക്കുന്ന എനിക്ക് നേട്ടമാണ്. ഭൂമിയിലെ ജീവിതം ക്രിസ്തു, മരണം നേട്ടം. അങ്ങനത്തെ ഒരു അനുഭവത്തിൽ ആഴപ്പെട്ട് നിന്നിട്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും ആനന്ദം നിറയ്ക്കുന്നതായിട്ട് മാറുക, അതാണ് ഇവിടെ. അപ്പൊ അതിനോട് കാത്തിരിക്കുകയാണ്. അത്തരം ഒരുക്കം ദൈവൈക്യം ആയി, അതതിന്റെ സൂചന. അടുത്ത ഖണ്ഡിക, ആത്മനാഥനാം അങ്ങ് ദൂരവേ വസിക്കവേ ആനന്ദമശേഷം ഞാൻ ആശിക്കുകയില്ലൊന്നിനും. അങ്ങ് എൻ്റെ ആത്മനാഥൻ, ഇപ്പോഴും എനിക്ക് അങ്ങേ സായുജ്യത്തിൽ ഒന്നാകാൻ അങ്ങുമായിട്ട് ഒന്നിട്ട് പറ്റിയിട്ടില്ല. അകലമുണ്ട് അങ്ങേക്കും എനിക്കും ഇടയിൽ. അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു ആനന്ദവും ഒന്നിലും കണ്ടെത്താണ്ട് പറ്റത്തില്ല. വേറെ ഒരു ആനന്ദവും എനിക്ക് ആശയില്ലതാനും, ഒന്നിനുള്ള ആനന്ദം ആശയില്ല. വിരഹതാപം പൂണ്ട് മരുവുന്നോൾക്ക് സർവസുഖവും അസഹ്യമാം യാതന മാത്രമല്ലോ. അങ്ങേ കൂടാതെ അങ്ങയുടെ അസാന്നിധ്യത്തില് വേദനയിലായിരിക്കുന്ന എനിക്ക് എന്തെല്ലാം സന്തോഷമൊക്കെ പറഞ്ഞാൽ അതെല്ലാം എനിക്ക് യാതന മാത്രമാണ്. എനിക്ക് അങ്ങേ മതി. അങ്ങുണ്ടെങ്കിൽ ഇതിനൊക്കെ അർത്ഥമുള്ളൂ, രസമുള്ളൂ. അങ്ങില്ലാത്തവർക്ക് എനിക്ക് പിന്നെ എന്താ? ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി മരിച്ചുപോയി കഴിയുമ്പം ചില ആൾക്കാർ പറയും, ഏറ്റവും പ്രിയപ്പെട്ട ആളില്ലാതെ എനിക്ക് ഇനി എന്നതാ, എനിക്ക് എന്താ കറങ്ങാൻ പോക്ക്, എനിക്ക് എന്താണ് ഭക്ഷണത്തിന് സുഖം, എനിക്ക് എന്താണ് ഒരു സുഖം എനിക്ക് വേണ്ട, കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ പോയി. അപ്പൊ അങ്ങനത്തെ ഒരു വിരക്തി എല്ലാത്തിനും അനുഭവപ്പെടുന്ന അവസ്ഥ നമുക്ക് ഭൗമികമായ മാനുഷികമായ സാഹചര്യങ്ങൾ പോലും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അടുപ്പം ഈശോയുമായിട്ട് വന്നിട്ട് ഈശോ കിട്ടുന്നില്ലാത്തതിന്റെ ഞെരുക്കമാണ് ഇവിടെ. അടുത്ത കാണിക, ആകവേ ഇവൾക്കിപ്പോൾ ആലംബം അങ്ങിലെഴും സ്നേഹവും ഉത്തുംഗമാം ആശയും മാത്രം നാഥ. ആകയാൽ ഇവൾക്ക് ഇപ്പോൾ അവലംബം, ഏക ആശ്രയം എനിക്കിപ്പോഴുള്ള എന്താണ്? അങ്ങയിലുള്ള സ്നേഹവും. അങ്ങയുള്ള സ്നേഹമാണ്. പിന്നെ ഉത്തുംഗമാം ആശയും, വലിയ ഉന്നതമായ ആഗ്രഹം അങ്ങയ്ക്ക് വേണ്ടിയുള്ളത്. അത് മാത്രമാണ് എൻ്റെ ഒരു അവലംബ ആശ്രയം നാഥ. എൻ മിഴികൾക്ക് തവ ദർശനം നൽകണേ, എൻ്റെ കണ്ണ് അങ്ങേ ഒന്ന് കാണട്ടെ. ചിന്മയ ഗുണാംബുധേ യേശുവേ മാധുര്യമേ. ആവർത്തിക്കുകയാണ് അവസാനത്തെ ഖണ്ഡിക, എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ. ചിന്മയ ഗുണാംബുധേ യേശുവേ മാധുര്യമേ. ആവർത്തനമാണ്. എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ, നന്മതൻ ഉറവേ ഞാൻ ഇക്ഷണം മരിക്കട്ടെ. ഇതാണ് ആ ഇസബൽ, ഈശോയുടെ ഇസബൽ എന്നുള്ള നവസന്യാസിനെ എഴുതിയ ആ ഒരു കവിത. നമ്മൾ ഓർമ്മിക്കണം, മുഹമ്മദ് ത്രേസ്യയുടെ ആ ഒരു ആത്മീയ പ്രബോധനം, കാഴ്ചപ്പാട്, വളർത്തൽ, പരിശീലനം, അതിലേക്ക് കയറി വരാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു കൊച്ചു സിസ്റ്ററാണ് ഈ ഈശോയുടെ ഇസബൽ. അപ്പൊ ആ കൊച്ചു സഹോദരി അടുത്ത് ചേർന്ന് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ത്രേസ്യ വഴി പങ്കുവെച്ച് കിട്ടുന്നതായ ഈ ദൈവസായുജ്യത്തിന്റെ ചിത്രം, അതിനെക്കുറിച്ച് ആഗ്രഹം, ആ വ്യക്തത വന്നു കഴിയുമ്പോൾ ആ കൊച്ചു സഹോദരിയുടെ ഉള്ളില് എന്താ നിറഞ്ഞു നിൽക്കുന്നത് നോക്കിക്ക്. ഇങ്ങനെയുള്ള ദൈവസ്നേഹം മാത്രം. നമ്മൾ ഇന്ന് പ്രാർത്ഥനാ ജീവിതത്തിലും ചിലപ്പോൾ സമർപ്പണ ജീവിതത്തിലും അഭിഷിക്തരായിട്ടൊക്കെ ജീവിക്കുന്ന അവസ്ഥയിലൊക്കെ പോലും ഇറങ്ങിത്തിരിച്ച് ജീവിക്കുന്നിടത്ത് പോലും നമുക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആത്മീയ നവീകരണ മേഖലയിൽ വർഷങ്ങളായിട്ട് വ്യാപരിച്ച് നവീകരിക്കപ്പെട്ടവരാണ്, വീണ്ടും ജനിച്ചവരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടൊക്കെ പോകുന്ന ആത്മീയ അനുഭവങ്ങളുള്ള വ്യക്തികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാകാറുണ്ടോ? തമ്പുരാനോട് ഒന്നായി തീരണം, ദൈവത്തെ വിലയം പ്രാപിക്കണം, അതിനുവേണ്ടി ആഗ്രഹം കൊണ്ട് ജ്വലിച്ചു പോകുന്ന അവസ്ഥ പൗലോസ് ഉണ്ടായിരുന്നു, കൊച്ചുത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നു, മുഹമ്മദ് ത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നു, ഈ കുഞ്ഞ് സിസ്റ്ററിനുണ്ടായിരുന്നു. നോക്കിക്ക് ആത്മീയതയുടെ യഥാർത്ഥമായ ചിത്രം എവിടെ നിൽക്കുന്നു എന്നുള്ളത്.
ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തുമാത്രം വ്യതിചലിച്ചു പോയിട്ടുണ്ട് നമ്മുടെ ആത്മീയ പരിശ്രമങ്ങളിൽ, നമ്മുടെ സഭയിലെ ഇടവക ശുശ്രൂഷകളിലും ഇടവക അനുഷ്ഠാനങ്ങളിലും ഇടവകയിലെ പല പല ശുശ്രൂഷ ക്രമീകരിക്കുന്നതിനകത്തുമൊക്കെ അതിനകത്ത് സംബന്ധിക്കുന്ന വ്യക്തിയുടെ കുർബാനക്രമമായിട്ട് മറ്റ് ശുശ്രൂഷകളാകട്ടെ പ്രാർത്ഥനകളാകട്ടെ അതിനപ്പുറത്തേക്ക് പിന്നെ ധ്യാനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ധ്യാനം സംബന്ധിക്കാനായിട്ട് പോകും ഇങ്ങനത്തെ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് ധ്യാനിക്കാൻ പോകുന്നവർ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നി പോകുന്നു. ഇല്ലെന്നല്ല അച്ഛനെ പറയുന്നതെങ്കിൽ പോലും നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുമ്പോൾ എന്താ അന്വേഷിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരു ദൈവാനുഭവത്തിന് വേണ്ടി കത്തി എരിഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആത്മജീവിതത്തിന് നമ്മൾ ഒത്തിരി വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു തരികയാണ് അമ്മ ത്രേസ്യായും ഈ കൊച്ചു സഹോദരിയും എല്ലാം. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അനുബന്ധം നമ്മൾ കാണുകയായിരുന്നല്ലോ. വീണ്ടും നമ്മൾ 9-ാമത്തെ ഖണ്ഡികയിലേക്ക് വരികയാണ്. 11-ാം അധ്യായത്തിന്റെ വല്ലപ്പോഴും ഈ അവസ്ഥയിൽ നിങ്ങൾ എത്തുന്ന പക്ഷം സ്വാഭാവികമായ നമ്മുടെ ദൗർബല്യം അവിടെയും പ്രത്യക്ഷമാകുമെന്ന് അറിഞ്ഞിരിക്കുന്നത് കൊള്ളാം. എന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വാഭാവികമായ തലത്തിലുള്ള ഒരു അസ്വസ്ഥതയും ഓരോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ചേക്കരുത്. ഈ കാര്യം അറിഞ്ഞിരുന്നോണം എന്ന് പറഞ്ഞ രാമദർശ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു വശത്ത് എന്താണത്? എന്താ ഈ സ്വാഭാവിക ദൗർബല്യം? ആത്മാവ് മേൽപ്പറഞ്ഞ അവസ്ഥയിലായിരിക്കെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുമെന്ന നിലയിൽ ഞെരുക്കം അനുഭവിക്കുക നിമിത്തം മരണത്തിന് വേണ്ടി അങ്ങനെ ആവേശം കൂടിയിരിക്കുന്ന ചില അവസരങ്ങളിൽ അവൾ ഉത്കണ്ഠാഭരിതയായും മരണം സംഭവിക്കാതിരിക്കത്തക്ക വിധം ആ വേദന അല്പമൊന്ന് ശമിച്ചാൽ കൊള്ളാമെന്ന് ആശിക്കുകയും ചെയ്തു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പൊങ്ങി വരും. ഒരു വശത്ത് ആത്മീയ അനുഭവത്തിന്റെ ആഴത്തിൽ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴും മറുവശത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്, ഭൂമിയിൽ തന്നെയാണ്, ഭൗമിക ജീവിതത്തിലാണ് ഈ ഒരു വേദന ഒന്ന് അല്പം കുറഞ്ഞിരുന്നെങ്കിൽ മരിക്കാതെ വീണ്ടും ജീവിതം കിട്ടിയേനല്ലോ എന്നൊരു ചിന്ത ഇടയ്ക്ക് ഉണ്ടായെന്നും വരാം. അത് നമ്മൾ മറന്നേക്കരുത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലല്ലേ 19-ാം അധ്യായത്തില് ഏലിയ പ്രവാചകന് ഇസബേൽ രാജ്ഞിയുടെ ഭീഷണിയെ പേടിച്ച് ഓടുന്ന രംഗമുണ്ട്. തൊട്ടു തലേ ദിവസം ആഹാബ് രാജാവിനോട് ഒരുമിച്ച് ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം വാളിനിരയാക്കി ജനം മുഴുവന്റെ മുമ്പിൽ ദൈവത്തെ സാക്ഷ്യം വഹിച്ച വലിയ പ്രവാചകൻ. പക്ഷെ ഈ ഒരു സ്ത്രീയുടെ ഒരു ഭീഷണി, നാളെ ഈ നേരമാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ വാളിനിരയാക്കുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഏലിയ പേടിച്ച് ഓടുകയാണ്, ഹോറേബിലേക്ക് ഓടുകയാണ്. 40 ദിവസം ഓടിയെന്നാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപാവരം അതുപോലെ നിറഞ്ഞ് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഏലിയ പ്രവാചകൻ. എങ്കിലും അതിനിടയിലും ഏലിയ എന്ന പച്ച മനുഷ്യൻ അവിടെയുണ്ട്. ആ കൃപാവരത്തിന്റെ നിറവ് ഒരു നിമിഷം ഓഫായി കഴിഞ്ഞപ്പോൾ ഏലിയ തന്റെ തനിനിറം അനുഭവിക്കുകയാണ്. എന്താണ്? പേടിച്ചോടുകയാണ്. 40 ദിവസം ഓടി ഹോറബിലെ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ദൈവസ്നേഹം കൊണ്ട് കത്തുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള കരുത്ത് തോന്നും. പക്ഷെ കൃപ നമ്മൾ താങ്ങുന്നില്ലാത്തപ്പോൾ നമുക്ക് ഒരു പൂവിതളന്റെ അല്ലെങ്കിൽ ഒരു പൊഴിഞ്ഞു വീഴുന്ന ഇലയുടെ ഭാരം പോലും നമുക്ക് ദുസ്സഹമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വശമുണ്ടെന്ന് നമ്മൾ ഇവിടെ വീണ്ടും ഓർത്തു പോവുകയാണ്. രാമദാസ് പറയുകയാണ്, ഇങ്ങനെ വലിയ ആത്മീയ അനുഭവങ്ങളുടെ നടുവിലും മാനുഷികമായ ദൗർബല്യം നമുക്ക് ഉണ്ടായെന്ന് അറിഞ്ഞിരിക്കുന്ന കൊള്ളാം. അല്ലെ നമ്മൾ പെട്ടെന്ന് കറങ്ങിപ്പോയെന്ന് വരും. അവിടെ അങ്ങനെ കറങ്ങരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.